മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഹരിയേട്ടനെ ഒന്ന് സമ്മതിപ്പിച്ചെടുക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ഒടുവിൽ എന്റെ ആഗ്രഹത്തിന് മനസ്സില്ലാ മനസ്സോടെയാ സമ്മതം തന്നത്. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും മായ മനസ്സ് മാറ്റാൻ തയ്യാറല്ലായിരുന്നു. പിന്നെ മായയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതി. നല്ലത് തന്നെ സംഭവിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം. ശാസ്ത്രത്തിനപ്പുറം നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. ആ ഈശ്വരൻ തീരുമാനിക്കുന്നതേ നടക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടത്തിത്തരാൻ നിങ്ങളുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഇനി അതേ ചെയ്യാനുള്ളൂ. ഇവിടെ നിന്ന മരുന്നൊന്നും മുടക്കണ്ട, അതെല്ലാം കഴിച്ചോളൂ. ശരി ഡോക്ടർ. എന്നാ ഞങ്ങൾ ഇറങ്ങി. ഓക്കെ. ഇതെങ്ങനെ ശരിയാവും ഡോക്ടർ? Let's hope for the best.
താങ്ക്സ് അജയ. പിന്നെ ഉടനെയൊന്നും നീ തിരിച്ച് പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. നീ ഇപ്പൊ ജോലിക്ക് പോകാതെ ഭാര്യയെ നോക്കി വീട്ടിലിരിക്കുകയാണെന്ന് എനിക്കറിയില്ലേ. മായ വല്ലാത്തൊരു മാനസികാവസ്ഥയില. ഈ സമയത്ത് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്ത് ഞാൻ കൂടെ നിന്നില്ലെങ്കിൽ ശരിയാവില്ല. അതൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ ഇങ്ങനെ ജോലിക്ക് പോകാതിരിക്കുന്നത് ശരിയല്ല. നിന്റെ കരിയറിനെയും മാനസികാവസ്ഥയെയും എല്ലാം അത് ബാധിക്കും. വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്ന മനസ്സ് മുരടിച്ചു പോകരേ. കമ്പനി വിട്ട് നീ ബിസിനസ് തുടങ്ങി കടയും വീടുമായി ഇരുന്നിട്ട് മനസ്സ് മുരടിച്ചു പോകുന്നുണ്ടോ? ഞാൻ കടയിൽ വെറുതെ ഇരിക്കല്ലോ. വിൽക്കുന്നത് സർജിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. നല്ല കച്ചവടം കിട്ടണമെങ്കിൽ പഴയ പോലെ തന്നെ ആശുപത്രി തന്നെയും ഡോക്ടർമാരെയും നമ്മുടെ ഐറ്റംസ് വിൽക്കാത്ത മെഡിക്കൽ സ്റ്റോറുകാരെയും കാണണം. ഓരോ തിരക്കിൽ നിൽക്കുമ്പോൾ മനസ്സിലെ പല സങ്കടങ്ങളും ഓർക്കാൻ സമയം കിട്ടില്ല. എല്ലാം മറക്കാനുള്ള ഏറ്റവും നല്ല വഴി അതൊന്നും ഓർക്കാതിരിക്കുക തന്നെയാ. സെയിൽസ് മാനേജർ വിളിച്ചിരുന്നു. ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി. നീ ചോദിച്ച ക്യാഷേ ഞാൻ തന്നതിലുള്ളൂ. കുറച്ചുകൂടെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞു തരാം. ഏയ് അതൊന്നും വേണ്ട ജയ. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എല്ലാത്തിനും കൂടി നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്കിടയിൽ എന്തിനാ വെറുതെ ഫോർമാലിറ്റീസ്? ഇന്നലെ സ്റ്റോക്ക് എടുക്കാൻ ഫണ്ട് കൊടുത്തോണ്ടാ. അല്ലെങ്കിൽ നീ ചോദിക്കാതെ തന്നെ ഞാൻ തന്നേനെ. അതൊന്നും വേണ്ട ജയ. തൽക്കാലം എനിക്കത് ധാരാളമാ. നമുക്കിറങ്ങാം. താൻ എന്തിനാ മായ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടല്ലല്ലോ ജോലിക്ക് പോകുന്നത്. അല്ല, പക്ഷെ ഇത്രയും ദിവസവും എപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നിട്ടും പെട്ടെന്ന് പോകുമ്പോ ഒരു വിഷമം. സാരമില്ല, എന്തായാലും പോയല്ലേ പറ്റൂ. ഈ സമയത്ത് നിന്റെ അടുത്തുനിന്ന് പോകാൻ എനിക്കും വിഷമമുണ്ട്. പക്ഷേ ഇനിയും ഞാൻ പോവാതിരുന്ന ജോലിയുടെ കാര്യം പ്രശ്നത്തിലാവും. ഹലോ, അതെ. അത്യാവശ്യം എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ, 2 ആഴ്ച കഴിഞ്ഞാണ് വൈഫിന്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആവശ്യത്തിനായിട്ടാ. മതി 10 ദിവസത്തിനുള്ളിൽ മതി. ഓ താങ്ക് യു. ഞാൻ വിളിച്ചോളാം. ആരാ ഹരിയേട്ടാ? ഒരു പരിചയക്കാരനാ. ഞാൻ കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു. എന്തിനാ എല്ലാവരോടും കടം വാങ്ങുന്നേ? അജയേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതല്ലേ ഉള്ളൂ. പലരുടെ കയ്യിൽ നിന്നാവുമ്പോ ചെറിയ എമൗണ്ടിൽ ചോദിച്ചു വാങ്ങിയാൽ മതി. എല്ലാം ഒരാളിൽ നിന്ന് വാങ്ങിച്ചാൽ വലിയ എമൗണ്ട് ആവും. തരാൻ അവർക്കൊരു മടിയും തോന്നും. പെട്ടെന്ന് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടാവും. ആശുപത്രിയിൽ നല്ലൊരു തുകയാവാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ട് ഇപ്പോഴേ അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് ടെൻഷനാവും. പൈസ എത്രയാണെങ്കിലും അജയൻ തരാമെന്ന് പറഞ്ഞതാ. പക്ഷേ എല്ലാത്തിനും അവനെ തന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒരു മടി. നനഞ്ഞിടം തന്നെ കുഴിക്കാൻ പാടില്ലല്ലോ. എല്ലാം ഞാൻ കാരണമല്ലേ ഹരിയേട്ടാ? ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഹരിയേട്ടൻ ജോലിക്ക് പോകാതിരിക്കുകയോ ഇങ്ങനെ കടം വാങ്ങേണ്ടി വരികയോ ഇല്ലായിരുന്നു. എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം തിരിച്ചു കൊടുക്കുന്ന ഒരു ദുർജന്മമായി പോയി ഞാൻ. മായേ, നീ അനാവശ്യമൊന്നും പറയല്ലേ മോളെ. എന്റെ ജീവിതത്തിൽ ആകെയുള്ള സന്തോഷം നീ മാത്രമാ.
ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നീ മാത്രമാ. ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കാതെ നമുക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. ഇല്ലാത്ത കാര്യങ്ങൾക്ക് സ്വയം കുറ്റപ്പെടുത്തി മനസ്സിങ്ങനെ വിഷമിപ്പിക്കരുത്. അതിന്റെ സ്ട്രെസ് നമ്മുടെ കുഞ്ഞുകൂടി അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? അയ്യോ, എന്തുപറ്റി? ഹരിയേട്ടൻ പറഞ്ഞത് നമ്മുടെ വാവയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ദേ എന്റെ വയറ്റിൽ കിടന്ന് തുള്ളിച്ചാടുന്നു. നോക്ക്. ആ കണ്ടോ, വാവ അനങ്ങുന്നത് ഹരിയേട്ടൻ അറിയാൻ പറ്റുന്നില്ലേ? ആ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നീ സങ്കടപ്പെടുന്നത് വാവയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അല്ലേ വാവേ? ദേ പിന്നെയും. ആ ഞാൻ വരുന്നവരെ നീ വാവയോട് സംസാരിച്ചോണ്ടിരുന്നോ. അപ്പോ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വരില്ല. ഹരിയേട്ടൻ അടുത്തുനിന്ന് മാറുമ്പോ എനിക്ക് എന്തൊക്കെയോ പേടി തോന്നുന്നു ഹരിയേട്ട. അജയേട്ടനെ കാണാൻ കുറച്ച് സമയത്തേക്ക് ഹരിയേട്ടൻ മാറിയപ്പോ പോലും എനിക്ക് വല്ലാതെ ടെൻഷൻ തോന്നിയിരുന്നു. അങ്ങനെയുള്ള തോന്നലുകളൊന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ലല്ലോ മനസ്സിൽ ഓരോ തോന്നലുകൾ വരുന്നത്. അത് അതിന്റെ ഇഷ്ടത്തിന് നമ്മളെ ഓരോന്ന് ചിന്തിപ്പിച്ച് വിഷമിപ്പിക്കുന്നതല്ലേ. എന്റെ വാവയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് പേടിയാ ഹരിയേട്ടാ. ഡോക്ടർ പറഞ്ഞതും ജോത്സ്യര് പറഞ്ഞതും ഒക്കെ ഓർക്കുമ്പോ ഒരു സാധാരണ കുഞ്ഞായി നമ്മുടെ വാവയെ നമുക്ക് കിട്ടുമെന്നുള്ള ടെൻഷൻ കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. ഈ കുഞ്ഞിനെ ഈശ്വരനാ നമുക്ക് തന്നത്. അതുപോലും മറന്ന് ഒരു ഘട്ടത്തില് തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കാൻ പോലും ഞാൻ തയ്യാറായതാ. പക്ഷേ അന്നത് സംഭവിച്ചില്ല. അതിനർത്ഥം ഈ കുഞ്ഞ് ഈശ്വര അനുഗ്രഹത്തോടെ ഒരു കുഴപ്പമില്ലാതെ തനിക്ക് ഒരു ആപത്തും വരുത്താതെ ജനിക്കുന്ന ആ വിശ്വാസം എനിക്ക് തന്നത് താനാ. അപ്പോ അതേ വിശ്വാസം തനിക്കും ഉണ്ടാവണം. അത് ശരിയാ. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഹരിയേട്ടൻ അറിയാലോ. അറിയാമായേ. പക്ഷേ കാരണം എന്തായാലും താൻ എന്ന് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ കുഞ്ഞിനെ ആൽത്തറ ക്ഷേത്രത്തിലെ കൃഷ്ണഭഗവാൻ നമുക്ക് തന്നതാ. അതുകൊണ്ട് ഈ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ പ്രസവിക്കാനും സന്തോഷത്തോടെ നമുക്ക് ഈ വാവയെ വളർത്താനും സാധിക്കും. ഞാൻ ഓരോന്ന് പറഞ്ഞ ഹരിയേട്ടന്റെ സമയം കളഞ്ഞു. ഇന്ന് ദൂരെ എവിടെ പോണോന്നല്ലേ പറഞ്ഞത്? ഇറങ്ങിക്കോ. ഞാൻ വരാൻ അല്പം താമസിക്കും. ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കാതെ സന്തോഷമായിട്ടിരിക്കണം. ഇറങ്ങട്ടെ വാവേ, അച്ഛൻ പോവാണേ. ശരി ശരി. സാവിത്രി, ആഹാ, ഭവാനി അമ്മയോ? ഹരി ഇന്ന് എങ്ങോട്ടോ പോയെന്ന് തോന്നല്ലോ. ജോലിക്ക് പോയതാ. കുറെ നാളായിട്ട് ജോലിക്ക് പോകുന്നൊന്നും കാണുന്നില്ലായിരുന്നല്ലോ. അത് കമ്പനിയുടെ ഓരോ കാര്യങ്ങളല്ലേ. ഇടയ്ക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആണോ? ഞാൻ കരുതി മായയ്ക്ക് വയ്യാത്തോണ്ട് ഹരി ജോലിക്കൊന്നും പോകാതെ കൂട്ടിരിക്കുവാന്ന്. എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അല്ല, ഭവാനിയമ്മ വെറുതെ ഇറങ്ങിയതാണോ? ഞാൻ കറി വയ്ക്കാൻ നോക്കിയപ്പോ സവാള കാണാനില്ല. അതെന്താ? സവാള അവിടെ ഇല്ല, അത്ര തന്നെ. എത്രയെണ്ണം വേണം? ഒരെണ്ണം മതി. വാ, ഞാൻ എടുത്തു തരാം. എന്നാ 2 എണ്ണം എടുത്തോ. ചിലപ്പോ തികയാതെ വന്നാ രണ്ടാമത് വരണ്ടല്ലോ.
എല്ലാം അരിഞ്ഞു പെറുക്കി വെച്ച് നോക്കിയപ്പോഴാ സവാള കാണാത്തത്. ഞാൻ എടുത്തിട്ട് വരാം. ആ. ദാ ഭവാനിയമ്മേ. 2 മതിയായിരുന്നല്ലോ. ആ ഇരിക്കട്ടെന്നേ. മായമൊക്കെ എന്നാ തീയതി പറഞ്ഞിരിക്കുന്നേ? 2 ആഴ്ച കൂടിയുണ്ട്. വയറ് താന്നിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ വേദന വരാൻ സാധ്യതയുണ്ട്. ഇന്നലെ മായ മുറ്റത്ത് നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അയ്യോ മായ മോള് പറഞ്ഞ് നാക്കെടുത്തില്ല. അതിന് അയ്യോ എന്താ മോളെ എന്ത് പറ്റി? വേദനിക്കുന്നമ്മേ. വേദന തുടങ്ങിയല്ലേ? 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാവൂന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ അവര് പറയുന്ന പോലെയൊക്കെ അല്ലേ നടക്കുന്നത്. സാവിത്രി, വേഗം മോളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള വഴി നോക്ക്. ഇന്ന് തന്നെ പ്രസവം ഉണ്ടാവും. ഞാൻ ഹരിയെ വിളിക്കാം. മോളെ, ഓ നീ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട മോളെ. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആദ്യം ആയതുകൊണ്ടാ മൂക്കിത്ര പേടി. പിന്നെ ഇതൊക്കെ ശീലമായിക്കോളും. 4 പെറ്റതല്ലേ ഞാന്. എനിക്കറിയത്തില്ല ഇതൊക്കെ. ശരി. ഹലോ ഹലോ മോനെ ഹരി, മായയ്ക്ക് പ്രസവവേദന തുടങ്ങി. അവളെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഹലോ മോനെ. അമ്മേ, ഞാൻ കുറച്ച് ദൂരെയാണല്ലോ. ഇവിടെ നിർത്താൻ എന്തായാലും കുറച്ച് സമയമെടുക്കും. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യും മോനെ? അമ്മേ, ഞാൻ എന്തായാലും അജയനെ ഒന്ന് വിളിച്ചു നോക്കാം. എത്രയും പെട്ടെന്ന് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരാൻ പറയാം. എത്രയും പെട്ടെന്ന് മോനെ ആശുപത്രിയിലേക്ക് എത്തണം. വരും. ഞാൻ അജയനെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാം. ആ ശരി. ഹലോ അജയ്, നീ എവിടെയാ? അയ്യോ, അത് മായയ്ക്ക് പെയിൻ തുടങ്ങി. അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എന്റെ ഈശ്വര, എങ്ങനെയുണ്ട് മോളെ? നമുക്ക് പോവാമ്മേ. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ ഓക്കെ, ശരി ശരി എന്നാ. എന്റെ കൃഷ്ണ, എന്റെ ഈശ്വര, ചതിച്ചോ? അത് പൊട്ടിയല്ലോ. ഹലോ ഹലോ, എന്തു പറ്റി ഈശ്വര? മോളെ, ഇനി സമയം കളഞ്ഞാൽ ശരിയാവില്ല സാവിത്രി. ഞാൻ റോഡിൽ പോയി ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കാം. ഹരി പറഞ്ഞ വണ്ടി ആദ്യം വന്നാ അതിൽ പോവാ. ഏതായാലും നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. ഞാനിപ്പോ വരാം. എന്റെ സവാള. മോളെ പതുക്കെ എഴുതേക്ക്. ഇവിടെ ഒരു വണ്ടി പോലും കാണുന്നില്ലല്ലോ എന്റെ ഈശ്വര. മേലെ റോഡ് വരെ നടക്കേണ്ടി വരുമോ? മോനെ, നീ വേഗം ഒന്ന് വരാവോ? ഒരു കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവാനാ. അവള് ഗർഭിണിയാ. അവക്ക് വേദന തുടങ്ങി. ഈ തൊട്ടപ്പുറത്തെ വീട്ടിലെയാ. വലിയ സഹായമായേനെ. അമ്മ, വണ്ടി സ്റ്റാർട്ട് ആവാത്തോണ്ട് നന്നാക്കാൻ നോക്കാം ഞാൻ. അയ്യോ, സ്റ്റാർട്ടാവുന്നില്ലേ? എന്റെ ഈശ്വര, ഇനിയിപ്പോ വണ്ടിക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്റ്റാൻഡിലുള്ള വേറെ ഓട്ടോ വിളിച്ചു തരാം. ഒത്തിരി സമയം എടുക്കുമോ മോനെ? ഇല്ലമ്മേ, അവർ പെട്ടെന്ന് വരും. ഞാൻ ഇപ്പൊ വിളിക്കാം. ഹലോ ചേട്ടാ, സ്റ്റാൻഡിൽ ഉണ്ടോ? ഇല്ലേ? അവിടെ ഇപ്പൊ ആരുണ്ടെന്ന് അറിയാമോ? ശരി, ഞാൻ വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലല്ലോ അമ്മേ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? ഇതൊന്ന് സ്റ്റാർട്ടായി കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ.
അമ്മേ വാ കേറിക്കോ. ഭഗവാനെ. വേഗം ദേ അങ്ങോട്ട് പോ. ആ ദേ, വേഗം ആശുപത്രിക്ക് പോ. മെല്ലെ ഭവാനിമേ ഇത് നിർത്തി അതൊക്കെ വണ്ടിയിൽ ഞാൻ വെച്ചേ. എടുക്കാം. വേഗം ചെല്ല്. എനിക്ക് സഹിക്കാൻ വയ്യ, മോളെ അമ്മേ. സൂക്ഷിച്ച് പിടിച്ചിറങ്ങ. പതുക്കെ